റോഡ് ഗതാഗതം വന്നപ്പോൾ ഞാനൊന്ന് അനുബന്ധ ചോദ്യം ശ്രീ നാണു വിശ്വനാഥനിലേക്ക് ചോദിക്കുകയാണ്. ഈ ഒരു എല്ലായിടത്തും ഒരു തുറമുഖം ശ്രദ്ധാകേന്ദ്രമാണ്. അത് നമ്മളിപ്പോൾ വിഴിഞ്ഞത്തെ നോക്കുന്ന തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു അഭിമാന സ്തംഭമായി അത് മാറുന്നു എന്നാണ്. അപ്പോൾ കേരളത്തിന് അങ്ങനെയാണ്, രാജ്യത്തിന് അങ്ങനെയാണ്. പക്ഷേ മറ്റു രാജ്യങ്ങൾ നമ്മളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടല്ലോ. അതായത് ഒരു അടിയന്തര സാഹചര്യമുണ്ടായാൽ സൈന്യത്തിന് പോലും അവിടേക്ക് എളുപ്പമെത്താൻ കഴിയണം. അതിന് പോലും സൗകര്യമുണ്ടോ എന്ന ചോദ്യം ബാക്കിയുണ്ട്. കാരണം റോഡുകളൊക്കെയും അവിടേക്ക് എത്തിച്ചേരാനുള്ള റോഡുകളൊക്കെയും പലതും തിരക്ക് പിടിച്ചതാണെന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോലും നമ്മൾ ചിന്തിച്ചു തുടങ്ങിയില്ലെന്നോ? അതൊക്കെ വരുമ്പോൾ കാലക്രമേണ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഇതുവരെ കണ്ടതല്ലാത്ത ഒരു അഗ്രഷൻ ഈ കാര്യത്തിൽ നമ്മൾ നടപ്പിലാക്കിയാൽ അതൊക്കെ സാധ്യമാകുമെന്നോ മനസ്സിലാക്കേണ്ടത്? ഇവിടെ നമ്മൾ എടുക്കേണ്ടത്, അതായത് കൃത്യമായിട്ട്, അതായത് വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു മേജർ പോർട്ടിലെ ഒരു മെഗാ പോർട്ട്, വല്ലാർപാടം എന്ന് പറയുന്ന മറ്റൊരു പോർട്ട് അല്ലെ കണ്ടെയ്നർ ടെർമിനൽ, അല്ലെ കൊച്ചി, ഇവിടെ രണ്ടിടത്തും കണക്ട് ചെയ്തുകൊണ്ടാണ് മേജർ ട്രാൻസ്പോർട്ടേഷൻ കേരളത്തിൽ നിന്ന് നടക്കേണ്ടത്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് മേജർ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ നടക്കുമ്പോൾ കേരളത്തിൻ്റെ ജിയോഗ്രഫി അനുസരിച്ചിട്ട് നമ്മൾ ഈ രണ്ട് സ്ഥലങ്ങളിലേക്ക് കാർഗോ കണ്ടെയ്നർ എത്തിക്കത്തക്ക തരത്തിലേക്ക് വിഴിഞ്ഞം പോർട്ടിനോട് മാത്രം കണക്ടിവിറ്റി അല്ലാതെ നമ്മൾക്ക് മറ്റു തരത്തിലുള്ള ഡ്രൈ പോർട്ടുകളും CFSകളും, ഇപ്പം കണ്ണൂർ, മംഗലാപുരം, കോഴിക്കോട്, വയനാട് ഈ പ്രദേശത്തെ കണക്ട് ചെയ്തുകൊണ്ട് കിട്ടുന്ന കാർഗോയെ പൂള് ചെയ്തിട്ട് എങ്ങനെ അവിടെ നിന്ന് വല്ലാർപാടത്തേക്കും വിഴിഞ്ഞത്തേക്കും നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും, മധ്യ കേരളത്തിൽ വരുന്ന കാർഗോയെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും, ഇതിനോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിലും അല്ലെങ്കിൽ തമിഴ്നാടിനോട് കണക്ട് ചെയ്യുന്നതിനകത്തിലേക്കുള്ള തരത്തിലേക്ക് നമ്മൾ കുറച്ച് വേറൊരു തലത്തിലേക്ക് ചിന്തിക്കുകയും നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ഈ തുറമുഖ നിർമ്മാണത്തിനകത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിനകത്തിൽ തന്നെ 71%, 61.5% കേരള സ്റ്റേറ്റിൻ്റെയും ബാക്കി വരുന്ന ഒരു 9% പൈസ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടെ കൊടുത്തിട്ട് മേജർ ചങ്കെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചോട്ട് നമ്മൾ കൊടുക്കുന്നിട്ട് ഇത്രയും പണം നമ്മൾ മുടക്കിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ട്രാൻസ്ഷിപ്മെൻറ്റ് പറയുന്ന ഒരു പോർട്ടിനകത്തിൽ വന്നിട്ട് ഒരു കപ്പലിൽ വരുന്ന കാർഗോയോ കണ്ടെയ്നറോ മറ്റൊരു ഒരു ഷിപ്പയിലേക്ക് കൊണ്ടുപോയിട്ട് കിട്ടുന്ന എക്സ്ചേഞ്ചിനകത്തിൽ കിട്ടുന്ന ചാർജോ അതിനകത്തിൽ കിട്ടുന്ന GSTയോ IGSTയോ CGSTയോ മാത്രം ഷെയർ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് വലിയ സാഹസത്തിൻ്റെ ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോർട്ടിൻ്റെ സറൗണ്ടിങ്സിനകത്തിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സ്ഥലത്തിൽ നിന്നും ലോജിസ്റ്റിക്സ് കോസ്റ്റ് കുറച്ചുകൊണ്ട് കാർഗോയോ മറ്റു തരത്തിലുള്ള ടൂറിസം സെക്ടറിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യത്തെയും എത്തിച്ചിട്ട് ട്രാൻസ്ഷിപ്മെൻറ്റിനോടൊപ്പം തന്നെ ഒരു വലിയ പോർട്ടിലേക്ക് വലിയ വെസൽ എത്തുമ്പോൾ ആ വെസലിലേക്ക് നമുക്ക് കാർഗോ കൊടുത്തിട്ട് എക്സ്പോർട്ടും അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് തരത്തിലേക്കുള്ള സ്വിച്ച് ബില്ലുണ്ടാക്കിക്കൊണ്ട് കാർഗോ കയറ്റി അയക്കത്തക്ക തരത്തിലും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്നത് ഇത്രമാത്രം IT-യിലും എഡ്യൂക്കേഷനിലും മുൻപന്തിയിൽ നിൽക്കപ്പെടുന്ന ചെറുപ്പക്കാരുള്ള, എൻ്റെ ആകാംക്ഷ, എൻ്റെ ആൻസൈറ്റി ഈ നാട്ടിലെ ചെറുപ്പക്കാരെ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ എൻ്റർപ്രണർഷിപ്പ് തലത്തിലേക്ക് കൊണ്ടുവരുവാനും 530 ദശലക്ഷം കണ്ടെയ്നറുകളുണ്ട് ലോകത്ത്. ലോകം ഒരു, അതായത് നമ്മൾ പറയും ലോകം ഒരു ഗൂഗിളിലും വിക്കിപീഡിയയിലുമാണെങ്കിലും ലോകത്തിൻ്റെ ചരക്കും അല്ലെങ്കിൽ വ്യാപാരവും എന്ന് പറയുന്നത് കണ്ടെയ്നറിനകത്തിലും ബ്രേക്ക് ബൾക്കിനകത്തിലാണെന്ന് പറയും. അപ്പോൾ 195 രാജ്യങ്ങൾക്ക് നടക്കപ്പെടുന്ന സപ്ലൈ ചെയിനകത്തിൽ വരുന്ന എക്സ്പോർട്ട് ഇമ്പോർട്ടിൽ വരുന്ന ഷിപ്പിങ്ങിൽ വരുന്ന ലോജിസ്റ്റിക്സിൽ വരുന്ന കസ്റ്റംസിൽ വരുന്ന സപ്ലൈ ചെയിൻ വരുന്ന ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ എക്സ്പ്ലോർ ചെയ്യത്തക്ക തരത്തിൽ ഇന്ന് ലോകത്തിൻ്റെ നമ്മളുടെ ഡോർ സ്റ്റെപ്പിൽ ഇരുന്നുകൊണ്ട് കോവിഡിൽ ഇരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാകത്താണ് ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും നമുക്ക് സർവീസ് കൊടുക്കത്തക്ക തരത്തിലേക്ക് ലോകം മാറിയിരിക്കുന്നു. ഈ എക്സ്ചേഞ്ചുകളും ട്രാൻസ്പോർട്ടേഷനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കപ്പെടുന്നതിനകത്ത് ഡിജിറ്റലൈസേഷനും ഷിപ്പിങ്ങും മറ്റു തരത്തിലുള്ള കാര്യങ്ങളും എയർ കാർഗോയും പോസ്റ്റൽ സർവീസും അല്ലെങ്കിൽ റെയിൽവേ റോഡും ഒക്കെ നടക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കാർഗോ മാനേജ്മെൻറ്റിനകത്തല്ലേ കാർഗോ ഉൽപ്പാദിപ്പിച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ ചെറുപ്പക്കാരെയും വരും തലമുറയും ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെയും മാരിടൈമിൻ്റെയും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെയും മൾട്ടിപ്പിൾ തലത്തെ
അത് വെസൽ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ടാലും നാവിഗേഷനായിട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായാലും ഇൻഷുറൻസുമായിട്ട് ഏത് മേഖലയും എക്സ്പ്ലോർ മാരിടൈം വളരെ ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആയിട്ട് മാത്രം എടുക്കുക പോർട്ടുകളെ. യെസ്, ഈ മാരിടൈം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് കഴിഞ്ഞ 2 ദിവസമായി മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ.